ഇന്ത്യൻ ഇറക്കുമതിക്ക് മേൽ US ഭരണകൂടം ഏർപ്പെടുത്തിയ പകരച്ചുങ്കം ഇന്ന് നിലവിൽ വന്നു. പകരച്ചുങ്കവും പിഴയും ചുമത്തിയ നടപടിയും ഇന്ത്യ ചത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്ന ട്രംപിന്റെ പ്രസ്താവനയും വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. താരിഫ് നിലവിൽ വന്നിരിക്കുന്നത് 70ഓളം രാജ്യങ്ങൾക്ക് ഇന്നു മുതൽ അമേരിക്കയുടെ പുതിയ പകരച്ചുങ്കം ബാധകമാകും. അമേരിക്കൻ ചങ്ങാത്തത്തെക്കുറിച്ച് മോദി സർക്കാർ നടത്താറുള്ള അവകാശവാദങ്ങളെ ചോദ്യമുനയിൽ നിർത്തുന്ന രണ്ട് കാര്യങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ നടന്നു. ഒന്ന്, US-ലെ ഇന്ത്യൻ ഇറക്കുമതിക്കുള്ള 25% പകരച്ചുങ്കം. ഇത് നിലവിൽ വരികയും ചെയ്തു. റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്ന ഇന്ത്യക്ക് പ്രത്യേകം പിഴ ചുമത്തുമെന്ന പ്രസ്താവനയാണ് രണ്ടാമത്തേത്. എന്നാൽ പിഴ ഏതു തരത്തിൽ എന്ന് ട്രംപ് വിശദീകരിച്ചിട്ടില്ല. ഇന്ത്യയുടേത് ചത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്ന ട്രംപിന്റെ പ്രയോഗവും പുറത്തു വന്നിട്ടുണ്ട്. US താൽപര്യം ലംഘിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ഇന്ത്യ റഷ്യയുമായി എന്തു ചെയ്താലും തനിക്ക് പ്രശ്നമില്ല. ഇന്ത്യയുമായി അമേരിക്കയ്ക്ക് വലിയ വ്യാപാര ബന്ധമൊന്നും ഇല്ല. ലോകത്തിലെ ഏറ്റവും വലിയ താരിഫാണ് ഇന്ത്യയുടേതെന്നും ട്രംപ് പറഞ്ഞു. നികുതി രാജാവ് എന്നാണ് ട്രംപ് നേരത്തെ പരിഹസിച്ചിരുന്നത്. ഭാവിയിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങേണ്ടി വരുമെന്ന പ്രയോഗവും ഇന്ത്യയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. മോദി ട്രംപ് സൗഹൃദത്തെയും ഇന്ത്യ US നയതന്ത്ര ബന്ധത്തെയും അപ്രസക്തമാക്കുന്ന നീക്കമായി ഇതെല്ലാം കാണാം. ഇന്ത്യയടക്കം 70-ലധികം രാജ്യങ്ങൾക്ക് പുതിയ പകരച്ചുങ്കം ഇന്നു മുതൽ ബാധകമാകും. ഇന്ത്യൻ എക്കണോമിയെ സാരമായി ബാധിക്കും ഈ US നീക്കം. GDP-യിൽ 0.30% ഇടിവ് ഇത് സൃഷ്ടിച്ചേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. 25% പകരച്ചുങ്കം എന്നത് ഇന്ത്യക്ക് മേലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതി തീരുവയാണ്. കാനഡയ്ക്കുള്ള ചുങ്കം 25-ൽ നിന്ന് 35 സിറിയയ്ക്ക് 41%, മ്യാൻമർ 40%, സ്വിറ്റ്സർലൻഡ് 39%, ഇറാഖിനും സെർബിയയ്ക്കും 35%, ദക്ഷിണാഫ്രിക്കയ്ക്ക് 30%, ബംഗ്ലാദേശ്, ശ്രീലങ്ക, തായ്വാൻ, വിയറ്റ്നാം 20%, പാകിസ്ഥാൻ 19%, ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് 15%, ബ്രസീലിന് 10%മാണ് താരിഫ്. ഏറ്റവും ഉയർന്ന തീരുവ സിറിയയ്ക്കാണ് 41%. പകരച്ചുങ്കം വർദ്ധിപ്പിച്ചതിൽ കാനഡ അടക്കം പ്രതിഷേധം അറിയിച്ചിരുന്നു. ചൈനയ്ക്ക് മേൽ 145% പകരച്ചുങ്കം ചുമത്തിയ ട്രംപിന്റെ നീക്കം ചൈനീസ് US താരിഫ് യുദ്ധമായി മാറിയിരുന്നു ഒരു ഘട്ടത്തിൽ. ഇതിന് മറുപടിയായി US-ന് ചൈന 125% പകരച്ചുങ്കം പ്രഖ്യാപിച്ചു. ഇതോടെ സമ്മർദ്ദത്തിലായ ട്രംപ് ചൈനീസ് ഇറക്കുമതിയുടെ പകരച്ചുങ്കം 80%ആക്കി പരിമിതപ്പെടുത്തി. ട്രംപിന്റെ പ്രഖ്യാപനം കയറ്റുമതിയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി ബാധിക്കുക സമുദ്രോൽപ്പന്നങ്ങൾ, ജനറിക് മരുന്നുകൾ, ആഭരണങ്ങൾ, വൈരക്കല്ലുകൾ, കാർഷികോൽപ്പന്ന കയറ്റുമതി എന്നിവയെയാണ്. US-ൽ വിതരണം ചെയ്യുന്ന ജനറിക് മരുന്നുകളിൽ ഇന്ത്യക്ക് വലിയ റോളുണ്ട്. $800 കോടി വാർഷിക കയറ്റുമതി ഇന്ത്യക്കുള്ള ഈ മേഖലയെ പകരച്ചുങ്കം ബാധിക്കും. ഇലക്ട്രോണിക്സ് രംഗത്തെ ഈ ഘട്ടത്തിൽ കാര്യമായി ബാധിച്ചേക്കില്ല. ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് വ്യാഴാഴ്ച ഓഹരി വിപണിയിൽ വലിയ ചാഞ്ചാട്ടമുണ്ടായിരുന്നു. സെൻസെക്സും നിഫ്റ്റിയും നഷ്ടത്തിലാണ് വ്യാപാരം നിർത്തിയത്. അതിനിടെ ട്രംപിന്റെ ഡെഡ് എക്കണോമി പ്രയോഗത്തിൽ മോദിയെ രൂക്ഷമായി വിമർശിക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. ഡെഡ് എക്കണോമി പ്രയോഗം മോദി ചെയ്തു വെച്ച കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നുവെന്ന് രാഹുൽ പറഞ്ഞു. മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഉയർന്നു വന്ന രാജ്യ സമ്പദ് വ്യവസ്ഥ മോദിയിലൂടെ തകരുകയാണ്. ഈ സത്യമാണ് ട്രംപ് പറഞ്ഞതെന്ന് രാഹുൽ വിമർശിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിരോധ വിദേശകാര്യ നയം മോദി തകർത്തുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.